ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ യൂസർ സൈഡ് ലോഗിൻ പേജിന് നമ്മൾ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അതായത് ലോഗിൻ പേജിൽ ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ വരുന്ന നമ്മൾ OTP വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജ് വരും. അതിൽ പുതിയ പാസ്വേഡ് വെച്ചിട്ട് റീസെറ്റ് ചെയ്യും. സോ ഇതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം നമ്മുടെ ലോഗിൻ പേജിൽ വരാം. വ്യൂസ് ബോട്ടറിനകത്ത് യൂസർ login.ejs ഫയലിൽ വന്നതിന് ശേഷം പാസ്വേഡ് ഡിവിന് തൊട്ട് താഴെയായിട്ട് ഫോർഗെറ്റ് പാസ്വേഡിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഡിവ് ക്ലാസ് നമുക്ക് ഫോം ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. ഡിഫ്ലെക്സ് ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ്. ഈ ഡിവിനകത്ത് നമുക്ക് ഒരു എ ടാഗ് ആഡ് ചെയ്യാം. എ ടാഗിനകത്ത് ആദ്യം റൂട്ട് /forget പാസ്വേഡ്. നമുക്കതിന് ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് കൊടുക്കാം. ഫോർഗെറ്റ് പാസ്വേഡ്. നമുക്കിനി ഈ ബട്ടൺ ഒരു സ്റ്റൈൽ കൊടുക്കണം. സ്റ്റൈല് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. ഫോർഗെറ്റ് പാസ്വേഡ് ലിങ്ക് MS ഓട്ടോ. ഇത് നമുക്ക് ഈ ക്ലാസ് മുകളിൽ പോയിട്ട് ഡിഫൈൻ ചെയ്യാം. ഡോട്ട് ഫോർഗെറ്റ് പാസ്വേഡ് ലിങ്ക്. ആദ്യം നമുക്ക് ഫോണ്ട് സൈസ് കൊടുക്കാം. .875 REM. കളറ് ബ്ലൂ കളർ കൊടുക്കാം. #00 sunBFF. ടെക്സ്റ്റ് ഡെക്കറേഷൻ നന്നായിട്ട് സെറ്റ് ചെയ്യാം. ഇനി അതിന് ഹോവർ സെറ്റ് ചെയ്യാം. അതായത് മൗസ് പോയിന്റർ അതിൻ്റെ മുകളിൽ വന്ന സമയത്ത് ജസ്റ്റ് ഒരു ലൈനൊക്കെ വരാൻ പാകത്തിന്. ഡോട്ട് ഫോർഗെറ്റ് പാസ്വേഡ് ലിങ്ക് ഹോവർ. അതിൽ കളറ് ബ്ലൂവിൻ്റെ തന്നെ ഒരു ഫേഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കാം. #0056B3. ദെൻ ഹോവർ ചെയ്യുന്ന സമയത്ത് ഒരു അണ്ടർലൈൻ വരാൻ പാകത്തിന് ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ. നമുക്കിനി ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ബട്ടൺ വന്നിട്ടുണ്ട്. ഫോർഗെറ്റ് പാസ്വേഡ് ഹോവർ ചെയ്യുന്ന സമയത്ത് അത് ഒരു അണ്ടർലൈൻ ഇവിടെ വരുന്നുണ്ട്. നമുക്കിനി റൂട്ട് സെറ്റ് ചെയ്യാം. പ്രൊഫൈൽ മാനേജ്മെൻറ്റ്. router.get ഫോർഗെറ്റ് പാസ്വേഡ്. നമുക്ക് പ്രൊഫൈൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. കൺട്രോളൈസ് യൂസറിൽ പ്രൊഫൈൽ കൺട്രോളർ. ആ ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് പ്രൊഫൈൽ കൺട്രോളർ റിക്വയർ കൺട്രോളേഴ്സിൽ യൂസർ പ്രൊഫൈൽ കൺട്രോളർ.
നമുക്ക് ഈ ഫയൽ താഴെ ആക്സസ് ചെയ്യാം. പ്രൊഫൈൽ കൺട്രോളർ, ഡോട്ട് നമുക്ക് ഫംഗ്ഷന് ഗെറ്റ് ഫോർഗോട്ട് പാസ് പേജ് എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ഗെറ്റ് ഫോർഗോട്ട് പാസ് പേജ് സിങ്ക് നമുക്ക് ട്രൈ ക്യാച്ചിനകത്ത് എഴുതാം. ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ഗെറ്റ് ഫോർഗോട്ട് പാസ് പേജ്. റെസ്പോൺസ് ഡോട്ട് റെൻഡർ ഫോർഗട്ട് പാസ്വേഡ്. ഫോർഗട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഫയൽ വ്യൂസ് ഫോൾഡറിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫയൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രോജക്റ്റിൽ യൂസ് ചെയ്യാം. സോ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് പേജ് നോട്ട് ഫൗണ്ട്. ഇത് വ്യൂസ് ഫോൾഡറിനകത്ത് യൂസറിൽ ഫോർഗട്ട് പാസ്വേഡ്. ഇതാണ് പേജ് വരുന്നത്. ഈ പേജിനകത്ത് നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പറ്റണം. ഇത് ഫോമിനകത്ത് വാലിഡേഷനും കൂടി ഉണ്ട്. അത് നോർമൽ വാലിഡേഷനാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഫോർ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഈ പേജ് ഇമെയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഇമെയിൽ എൻ്റർ ചെയ്യാനുള്ള പേജ് ലോഡാകുന്നുണ്ട്. നമുക്കിനി ഇവിടെ റൂട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. പേജിനകത്ത് വാലിഡേഷനും പേജും വിത്ത് വാലിഡേഷൻ ആണ്. മെത്തേഡ് വന്നിട്ട് പോസ്റ്റ്. സോ നമുക്ക് റൂട്ടിന് ഫോർഗട്ട് ഇമെയിൽ വാലിഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ റൂട്ടിന് ഡിഫൈൻ ചെയ്യണം. റൂട്ടർ ഡോട്ട് പോസ്റ്റ് ഫോർഗട്ട് ഇമെയിൽ വാലിഡ്. പ്രൊഫൈൽ കൺട്രോളർ ഡോട്ട് നമുക്ക് ഫോർഗട്ട് ഇമെയിൽ വാലിഡ് എന്ന് കൊടുക്കാം. ഫംഗ്ഷന് ഫോർഗട്ട് ഇമെയിൽ വാലിഡ്. നമുക്കിനി ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന തൊട്ട് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് യൂസർ മോഡൽ ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് യൂസർ റിക്വയർ മോഡൽസിനകത്തുള്ള യൂസർ സ്കീമ ഇമ്പോർട്ട് ചെയ്യുന്നു. മോഡൽസ് യൂസർ സ്കീമ. ഇനി OTP സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോഡ് മെയിലർ യൂസ് ചെയ്തിട്ടാണ്. സോ നോഡ് മെയിലർ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. സോ
നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു നോഡ് മെയിലർ റിക്വയർ നോഡ് മെയിലർ. ദെൻ റീസെറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഹാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് bcrypt മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. കോൺസ്റ്റ് bcrypt require bcrypt. env ഫയല് മെയിൽ സെൻഡ് ചെയ്യാനുള്ള ഇമെയിലും പാസ്വേഡും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റ് env require .env.config. സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം OTP സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെരിഫൈ ചെയ്യാൻ സെഷനിൽ സ്റ്റോർ ചെയ്യണം. സോ കോൺസ്റ്റ് സെഷൻ റിക്വയർ എക്സ്പ്രസ് സെഷൻ. നമുക്കിനി ഫോർഗട്ട് ഇമെയിൽ വാലിഡ് ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ഫോർഗട്ട് ഇമെയിൽ വാലിഡ് അസിങ്ക് റിക്വസ്റ്റ് റെസ്പോൺസ് ട്രൈ ക്യാച്ചിനകത്ത് എഴുതാം. അത് നമുക്ക് യൂസർ എൻ്റർ ചെയ്ത ഇമെയിൽ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കണം. കോൺസ്റ്റ് ഇമെയിൽ റിക്വസ്റ്റ് ഡോട്ട് ബോഡി. ഈ ഇമെയിൽ യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ നിന്ന് യൂസറിനെ ഫൈൻഡ് ചെയ്യണം. കോൺസ്റ്റ് ഫൈൻഡ് യൂസർ അവൈറ്റ് യൂസർ ഡോട്ട് ഫൈൻഡ് വൺ. ഇമെയിൽ പാസ് ചെയ്യാം. യൂസറിനെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം OTP ജനറേറ്റ് ചെയ്യാം. കോൺസ്റ്റ് OTP ജനറേറ്റ് OTP എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഈ ഫംഗ്ഷൻ ഇനി നമുക്ക് ടോപ്പിൽ പോയിട്ട് ഡിഫൈൻ ചെയ്യാം. ഗ്ലോബലായിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. കാരണം ഇത് പല സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന ഒരു ഫംഗ്ഷനാണ്. OTP ജനറേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് ഈ ജനറേറ്റ് OTP എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. സോ നമ്മൾ ഗ്ലോബലി ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ ജനറേറ്റ് OTP കോൺസ്റ്റ് ഡിജിറ്റ്. നമ്മൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് OTP ജനറേറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ again നമ്മൾ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ 1 to 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ദെൻ OTP എന്ന് പറഞ്ഞിട്ട് empty വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ജാവാ സ്ക്രിപ്റ്റിൻ്റെ റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് റാൻഡം നമ്പർ 6 ഡിജിറ്റിൻ്റെ ഫോർ ലെറ്റ് I assign 0, I less than 6, I plus plus. OTP plus equal to digits. Math dot floor, math dot random into 10. അത് എക്സാക്റ്റ് 6 ഡിജിറ്റ് വരാൻ പാകത്തിന്. ദെൻ ഈ ജനറേറ്റ് ചെയ്ത നമ്പർ
OTP ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ OTP. സോ ഇവിടെ നമ്മൾ OTP കിട്ടി. ഈ OTP മെയിൽ ത്രൂ ഫോർവേഡ് ചെയ്യണം. സോ കോൺസ്റ്റ് ഇമെയിൽ സെൻഡ് അവൈറ്റ് സെൻഡ് വെരിഫിക്കേഷൻ ഇമെയിൽ. ദെൻ യൂസറിൻ്റെ എൻ്റർ ചെയ്ത ഇമെയിലിലേക്ക് ഇമെയിൽ OTP പാസ് ചെയ്യുന്നു. ഇനി സെൻഡ് വെരിഫിക്കേഷൻ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഗ്ലോബലായിട്ട് ഏറ്റവും ടോപ്പിൽ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് സെൻഡ് വെരിഫിക്കേഷൻ മെയിൽ async. നമ്മൾ ഇമെയിലും OTP ആക്സസ് ചെയ്യുന്നു. ദെൻ ട്രൈ ക്യാച്ചിനകത്ത് കോഡ് ചെയ്താം. ഇനി സർവീസ് ട്രാൻസ്പോർട്ടർ ക്രിയേറ്റ് ചെയ്യാം. ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമെയിലിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളും. സോ നോഡ് മെയിലർ യൂസ് ചെയ്തിട്ട് നോഡ് മെയിലർ ഡോട്ട് ക്രിയേറ്റ് ട്രാൻസ്പോർട്ട്. സോ അതിൽ ആദ്യത്തെ ഫീൽഡ് വരുന്നത് സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജിമെയിലാണ്. സോ ജിമെയിൽ കൊടുക്കാം. ഇത് ഓൾറെഡി നമ്മൾ സൈനപ്പിൻ്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ പോർട്ട് നമ്പർ നമ്മൾ 587, ഇതാണ് ജിമെയിലിൻ്റെ പോർട്ട് നമ്പറായിട്ട് വരുന്നത്. സെക്യൂർ ഫാൾസ് റിക്വയർ TLS ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഓത്ത് ഫീൽഡിനകത്ത് ഓതന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇമെയിലും പാസ്വേഡ് നമുക്ക് ആക്സസ് ചെയ്യാം. .env ഫയലിൽ നമ്മൾ കൊടുത്തേക്കണം, ഡിഫൈൻ ചെയ്തേക്കണം ഇമെയിൽ process.env. വേരിയബിളിൻ്റെ നെയിം ഏതായിരുന്നു? നോഡ് മെയിലർ ഇമെയിൽ. ക്യാപ്സ് ലോക്കിൽ നോഡ് മെയിലർ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇത് സെറ്റ് ചെയ്യണത് പാസ് സെറ്റ് ചെയ്യാൻ പാസ്വേഡ്. സോ process.env. നോഡ് മെയിലർ പാസ്വേഡ്. ഇനി ഇനി മെയിൽ ഓപ്ഷൻ ഡിഫൈൻ ചെയ്യണം. മെയിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസറിന് മെയിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മെയിൽ ഓപ്ഷൻസിൽ ആദ്യം നമ്മൾ സെൻഡ് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഗർ ചെയ്ത ഇമെയിൽ വെച്ചിട്ട്. സോ process.env. നോഡ് മെയിലർ ഇമെയിൽ. ദെൻ ടു വരുന്നത് യൂസറിൻ്റെ ഇമെയിൽ. സോ ടു നമ്മൾ ഇമെയിൽ കൊടുക്കും. ജിമെയിലിൽ ഫ്രം ഉണ്ട്, ടു ഉണ്ട്. പിന്നെ വരുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്തായിരിക്കണം എന്നുള്ളത് അതിൻ്റെ ടെക്സ്റ്റ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഹെഡിങ് ആയിട്ട് നമുക്ക് യുവർ OTP ഫോർ പാസ്വേഡ് റീസെറ്റ്. കാരണം പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള OTP ആണ് സെൻഡ് ചെയ്യുന്നത്. ഫോർ പാസ്വേഡ് റീസെറ്റ്. ഇനി ജിമെയിലിനകത്തുള്ള ടെക്സ്റ്റ് ബോഡിയിൽ എന്താണെന്നുള്ളത്. സോ നമ്മൾ അത്
ബാക്ക് ടിക്ക് യൂസ് ചെയ്തിട്ട് യുവർ OTP ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ യുവർ OTP ഈസ് എന്ന് പറഞ്ഞിട്ട് OTP ഇവിടെ ഡിഫൈൻ OTP വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. OTP ഇവിടെ ആക്സസ് ചെയ്തു. HTML വേണ്ടി സെറ്റ് ചെയ്യാം. B ടാഗും H4 ടാഗും യൂസ് ചെയ്തിട്ട് യുവർ OTP എന്ന് പറഞ്ഞിട്ട് OTP ഇവിടെ ആക്സസ് ചെയ്യാം. HTML സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ക്ലോസ് ചെയ്യാം H4 ടാഗും അഗൈൻ BR. നമുക്കിനി B ടാഗ് ക്ലോസ് ചെയ്യാം. ഇനി ഈ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെൻഡ് മെയിൽ എന്നാണ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇൻഫോർമേഷൻ, സോ നമുക്ക് കോൺസ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. വെയിറ്റ് ട്രാൻസ്പോർട്ടർ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് സെൻഡ് മെയിലിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് മെയിൽ ഓപ്ഷൻസ് ഫോർവേഡ് ചെയ്യണം. സെൻഡ് മെയിൽ ഓപ്ഷൻസ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്തേക്കാം. നമുക്കത് സെൻഡ് ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് console.log ഇമെയിൽ സെൻഡ് നമുക്ക് അയച്ചതിൻ്റെ ID ഇടാൻ വേണ്ടിയിട്ട് info.message.id നമുക്ക് കൺസോളിൽ വൺസ് സെൻഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് അറിയാൻ പറ്റും. റിട്ടേൺ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. console.error error sending email return false. ഓക്കെ, അങ്ങനെ നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്തു. ഇനി ഇമെയിൽ സെൻഡ് ചെയ്തതിന് ശേഷം ഈ ഇമെയിൽ സെൻഡ് നമുക്കിത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സെഷനിലേക്ക് ആ OTP എടുത്ത് വയ്ക്കണം. request.session.user OTP യൂസർ എൻ്റർ ചെയ്ത OTP സെഷനിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. യൂസർ OTP അസൈൻ OTP. അതുപോലെ തന്നെ ഇമെയിലും ഇമെയിലും സെഷനിലേക്ക് അസൈൻ ചെയ്തു. ദെൻ response.render യൂസറിന് ഫോർഗെറ്റ് OTP എന്നുള്ള പേജ് നമ്മൾ റെൻഡർ ചെയ്ത് കൊടുക്കണം. OTP എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർഗെറ്റ് പാസ് -OTP എന്ന പേജിന് കൊടുക്കാം. സോ ഈ പേജും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്കൊരു കൺസോൾ ചെയ്യാം. OTP സെൻഡ് ചെയ്ത OTP നമുക്ക് കൺസോൾ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മെയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ കൺസോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസോളിൽ നിന്ന് ഡയറക്റ്റ് ആ OTP എൻ്റർ ചെയ്യാൻ പറ്റും. സോ OTP എന്ന് പറഞ്ഞിട്ട് OTP കൺസോൾ ചെയ്തു.
എൽസിൽ OTP സെൻഡ് ഫെയിൽ ആവുകയാണെങ്കിൽ response.json സക്സസ് ഫോൾസ് സെറ്റ് ചെയ്യാം. failed to send OTP. Please try again. നോക്കാം. ക്യാച്ചിൽ എറർ ഹാൻഡിൽ ചെയ്യാം. എൽസ് കേസിൽ അത് യൂസറിനെ ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ response.render forget password അങ്ങനൊരു യൂസർ ഇമെയിൽ ID ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എറർ പാസ് ചെയ്യണം. ഒരു മെസ്സേജ് പാസ് ചെയ്യാം എക്സിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട്. user with this email does not exist. അതുപോലെ അത് കഴിഞ്ഞിട്ട് ക്യാച്ചിൽ response.redirect page not found. നമുക്കിനി forget email valid ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യാം. forget email valid. സോ നമ്മൾ റെൻഡർ ചെയ്യുന്ന പേജ് വ്യൂസ് ഫോൾഡറിനകത്ത് യൂസറിൽ forget pass OTP പേജ് ഇതാണ്. ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ പേജ് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കാം. സോ നമ്മൾ forget പാസ്വേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് OTP എൻ്റർ ചെയ്യാനുള്ള പേജ് റെൻഡർ ആകും. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് കൺസോൾ ചെയ്യും, OTP നമ്പർ കൺസോൾ ചെയ്യും, 6 ഡിജിറ്റ് നമ്പർ കൺസോൾ ചെയ്യും. സോ പേജ് യൂസറിൽ forget പാസ്വേഡ് OTP. സോ ഈ പേജിൽ ആദ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് എറർ പാസ് ചെയ്യുന്നുണ്ടല്ലോ, OTP സെൻഡ് ചെയ്യുന്ന സമയത്ത് ഫെയിൽ ആവുന്ന ആ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന എറർ മെസ്സേജ് ഹാൻഡിൽ ചെയ്യാം. സോ ഇഫ് കണ്ടീഷനിൽ if locals.message and message.length greater than 0. divന് താഴെ വന്നിട്ട് ക്ലോസ് ചെയ്യാം. എറർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു മെസ്സേജ്. ഇനി OTP വെരിഫിക്കേഷൻ പേജിലെ
ടൈമർ ഡിഫൈൻ ചെയ്യാം. സ്ക്രിപ്റ്റ് താഴെ വന്നിട്ട് സ്ക്രിപ്റ്റ് ടാഗിനകത്ത് ലെറ്റ് OTP ടൈമർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ടൈമർ എന്ന് പറഞ്ഞിട്ട് 60 ആയിട്ട്, അതായത് 60 സെക്കൻഡ് ഇനീഷ്യലൈസ് ചെയ്യാം. ഫംഗ്ഷൻ ഇനീഷ്യലൈസ് OTP ടൈമർ. അതിലാദ്യം കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ ക്ലിയർ ഇൻ്റർവെൽസ്, അതായത് ടൈമർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ഇൻ്റർവെൽ. OTP ടൈമർ ഇൻ്റർവെൽ ടൈമർ 60 സ്റ്റാർട്ട് OTP ടൈമർ ലോഡ് ആകുന്ന സമയത്ത് സ്റ്റാർട്ട് OTP ടൈമർ കോൾ ചെയ്യണം. ഇനി സ്റ്റാർട്ട് OTP ടൈമർ ഡിഫൈൻ ചെയ്യാം. സ്റ്റാർട്ട് OTP ടൈമർ നമുക്ക് OTP ടൈമർ ഡിസ്പ്ലേ ചെയ്യുന്ന ID ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് ടൈമർ എലമെന്റ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID OTP ടൈമർ. ഇപ്പം നിങ്ങൾ ഫോമിൽ കൂടെ ഒന്ന് അതിൻ്റെ നെയിം ID ഒക്കെ ഏതാണെന്നൊന്ന് മൊത്തത്തിലൊന്ന് ഗോ ത്രൂ ചെയ്യണം, എന്നാലും നമുക്ക് ID കിട്ടുള്ളൂ. സോ OTP ടൈമർ ആക്സസ് ചെയ്തു. ഇനി ഇൻ്റർവെൽ ഡിഫൈൻ ചെയ്യാം. OTP ടൈമർ ഇൻ്റർവെൽ സെറ്റ് ഇൻ്റർവെൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിൽ നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആഡ് ചെയ്യാം. ഫംഗ്ഷൻ കോൺസ്റ്റ് നമുക്ക് മിനിറ്റും വേണം സെക്കൻഡും വേണം. മിനിറ്റ്സ് മാത്ത് ഡോട്ട് ഫ്ലോർ ടൈമർ ഡിവൈഡ് ബൈ 60, അതായത് റിമൈനിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സെക്കൻഡും, റിമൈനിങ് സെക്കൻഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമർ മോഡ്യൂളോ 60. ദെൻ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമർ എലമെന്റ് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ഇതിൽ സെക്ഷൻ ഉണ്ട്, മിനിറ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട്. സോ ബാക്ക് ടിക്ക് യൂസ് ചെയ്തിട്ട് ആദ്യം മിനിറ്റ്സ്, ദെൻ ഫുൾ കോളൻ ചെയ്തിട്ട് അടുത്തതിന് സെക്കൻഡ്സ് ലെസ് ദാൻ 10 ആണെങ്കിൽ, അതായത് ഇപ്പോൾ കൗണ്ട് ഡൗൺ 16 തുടങ്ങി 30, 12, 11, 10 കഴിഞ്ഞിട്ട് 9 ആവുന്ന സമയത്ത് 9 ലെഫ്റ്റ് സൈഡിലായിട്ട് 0 വേണമല്ലോ. സോ അതുകൊണ്ടാണ് ലെസ് ദാൻ 10 ആണെങ്കിൽ അവിടെ 0 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ എക്സാക്റ്റ് സെക്കൻഡ്സ് തന്നെ. ഇത് മറ്റേ ടെർണറി ഓപ്പറേറ്റർ ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് സെക്കൻഡ്സ്. ഇനി ഇഫ് കണ്ടീഷൻ, ഇഫ് ടൈമർ ലെസ് ദാൻ, അത് ഡിക്രിമെൻ്റ് ആണല്ലോ, കൗണ്ട് ഡൗൺ ആയതുകൊണ്ട് ലെസ് ദാൻ, ദെൻ ക്ലിയർ ഇൻ്റർവെൽ, അത് കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ഇൻ്റർവെൽ OTP ടൈമർ ഇൻ്റർവെൽ. ദെൻ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പയർഡ് എന്ന് കാണിക്കണം. ടൈമർ എലമെന്റ് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ്
ഈക്വൽ ടു എക്സ്പയർഡ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഒരു റെഡ് കളറിൽ കാണിക്കണം. സോ ടൈമർ എലമെന്റ് ഡോട്ട് സ്റ്റൈല് ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. ഇനി സെറ്റ് ഇന്റർവെല്ലിലെ രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് 1000 മില്ലി സെക്കൻഡ്. സോ അതിന് വേണ്ടിയിട്ട് 1000 പാസ് ചെയ്യുന്നു. then initialize OTP timer. നമുക്കിനി കളർ വരാൻ വേണ്ടിയിട്ട്, കാരണം കൗണ്ട് ഡൗണിൻ്റെ സമയത്ത് ഗ്രീനും യെല്ലോയും റെഡും വരാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ടൈമർ കളർ പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും ഓരോ കളറും മാറി മാറി വരുന്നത്. അപ്ഡേറ്റ് ടൈമർ കളർ ഇവിടെ കൗണ്ട് ഡൗൺ ഡിസ്പ്ലേ ആണതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോൾ ചെയ്യും. ടൈമർ ഡിവൈഡഡ് ബൈ 60 into 100, അതായത് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അപ്ഡേറ്റ് ടൈമർ കളർ മുകളിൽ വന്നിട്ട് ഡിഫൈൻ ചെയ്യാം. ഫങ്ഷൻ അപ്ഡേറ്റ് ടൈമർ കളർ പെർസെൻറ്റേജ് കോൺസ്റ്റ് ടൈമർ എലമെന്റ് ആക്സസ് ചെയ്യാം. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID OTP ടൈമർ. ഇനി 3 കണ്ടീഷനും ഗ്രീനും യെല്ലോയ്ക്കും റെഡിനും വേണ്ടിയിട്ട് ഇഫ് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 50% എബോവ് ആണെങ്കിൽ ടൈമർ എലമെന്റ് ഡോട്ട് സ്റ്റൈല് ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനിന് വേണ്ടിയിട്ട് #28A745. എൽസ് ഇഫ് കേസിൽ പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 25% ആണെങ്കിൽ ടൈമർ എലമെന്റ് ഡോട്ട് സ്റ്റൈല് ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് #FFC107. ദെൻ എൽസ് കേസിൽ റെഡ് കളർ കാണിക്കാൻ വേണ്ടിയിട്ട് ടൈമർ എലമെന്റ് ഡോട്ട് സ്റ്റൈല് ബാക്ക്ഗ്രൗണ്ട് കളർ
ഹാഷ് DC3545. ടൈമർ വർക്കിംഗ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പേജ് ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. യെസ്, ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആദ്യം ഗ്രീൻ കളറിൽ ടൈമർ സ്റ്റാർട്ട് ആവും. ദെൻ 30 സെക്കൻഡ് കഴിയുമ്പോൾ യെല്ലോ കളറിൽ വരും. ദെൻ 15 സെക്കൻഡ് ആകുമ്പോൾ ഒരു റെഡിഷ് കളറിൽ. ദെൻ എക്സ്പയർ ആയി കഴിയുമ്പോൾ എക്സ്പയർഡ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി ഉള്ളത് വാലിഡേഷൻ ആണ്. OTP ബാക്ക് എൻഡിലോട്ട് നമുക്ക് പാസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഓൺ സബ്മിറ്റിൽ റിട്ടേൺ വാലിഡേറ്റ് OTP ഫോം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ നമുക്ക് താഴെ വന്നിട്ട് ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ വാലിഡേറ്റ് OTP ഫോം. നമുക്ക് ആദ്യം യൂസർ എൻ്റർ ചെയ്ത OTP ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് OTP ഇൻപുട്ട്. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID OTP ID ആക്സസ് ചെയ്യണം. ഡോട്ട് വാല്യൂ, അതിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമ്മൾ വേരിയബിളിലേക്ക് എടുത്ത് അസൈൻ ചെയ്യുന്നു. ഇനി അജാക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നു. $.ajax. അജാക്സിൽ നമുക്ക് ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യാം. ടൈപ്പ് വന്നിട്ട് പോസ്റ്റ്. URL നമുക്ക് വെരിഫൈ പാസ് ഫോർഗോട്ട് OTP എന്ന് പറഞ്ഞു കൊടുക്കാം. സോ പോസ്റ്റ് URL. ഇനി ഡേറ്റ പാസ് ചെയ്യണം. അടുത്ത് വരുന്നത് ഡേറ്റ വരുന്നത് OTP യൂസർ എൻ്റർ ചെയ്ത OTP ഇൻപുട്ട്. നമുക്ക് സക്സസ് സ്റ്റേറ്റിൽ റിട്ടേൺ വരുന്ന നമ്മൾ സ്റ്റാറ്റസ് ഹാൻഡിൽ ചെയ്യണം ഫംഗ്ഷൻ. സോ റെസ്പോൺസ് നമ്മൾ റിസീവ് ചെയ്യുന്നു. ദെൻ കണ്ടീഷൻ എഴുതുന്നു. റെസ്പോൺസ് ഡോട്ട് സക്സസ് ആണെങ്കിൽ സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് യൂസറിന് ഒരു മെസ്സേജ് പോപ്പപ്പ് ചെയ്യണം. ഇഫ് റെസ്പോൺസ് ഡോട്ട് സക്സസ് സ്വാൽ ഡോട്ട് ഫയറിൽ ഐക്കൺ സക്സസ് ഐക്കൺ ടൈറ്റിൽ OTP വെരിഫൈഡ്. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി കൊടുക്കാം. ഷോ കൺഫേം ബട്ടൺ. ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ടൈമർ 1500 മില്ലിസെക്കൻഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. then
ഡോട്ട് ദെൻ പ്രോമിസിൽ നമ്മൾ പേജ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ബാക്ക് സെറ്റ് ചെയ്യാം. വിൻഡോ ഡോട്ട് ലൊക്കേഷൻ href response dot redirect URL. ഇനി റോങ് ആയിട്ട് OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൽസ് കേസിൽ swal.fire icon error title invalid OTP text response dot message ബാക്കെൻഡിൽ നിന്ന് വരുന്ന മെസ്സേജ് പോപ്പപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ സക്സസ് കഴിഞ്ഞു. ഇനി എറർ കേസിൽ വെരിഫിക്കേഷൻ ഫെയിൽ ആണെങ്കിൽ എററിൽ നമ്മളൊരു കോൾ ബാക്ക് സെറ്റ് ചെയ്യുന്നു. ഫംഗ്ഷനിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് swal.fire icon error failed to verify OTP, please try again. Return false. അജാക്സിന് ശേഷം റിട്ടേൺ false ആയിട്ട് സെറ്റ് ചെയ്യണേ. നമുക്കിനി റൂട്ട് ഡിഫൈൻ ചെയ്യാം. router.post verify OTP. verify pass forgot OTP. Profile controller verify forgot pass OTP. നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് വെരിഫൈ ഫോർഗട്ട് പാസ് OTP
async ട്രൈ ക്യാച്ചിനകത്ത് ആദ്യം നമുക്ക് യൂസർ എൻ്റർ ചെയ്ത OTP ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് എൻ്റെ OTP എന്ന് കൊടുക്കാം. റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് OTP. സോ യൂസർ എൻ്റർ ചെയ്ത OTP നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് സെഷനിൽ സേവ് ചെയ്ത OTP തമ്മിൽ കമ്പയർ ചെയ്യണം. സോ ഇഫ് കണ്ടീഷനിൽ എൻ്റെ OTP ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ OTP. സോ രണ്ട് മാച്ചിങ് ആണെങ്കിൽ നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് JSON. സക്സസ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. URL സെറ്റ് ചെയ്യണം. റീഡയറക്റ്റ് URL റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ട് സ്പെസിഫൈ ചെയ്യാം. ആ റൂട്ടിൽ നിന്നായിരിക്കും പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള പേജ് എൻ്റർ ചെയ്യുന്നത്. റീസെറ്റ് പാസ്വേഡ്. OTP മാച്ചിങ് അല്ലാത്ത കേസിൽ എൽസ് കേസിൽ സ്പെസിഫൈ ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് JSON. സക്സസ് ഫോൾസ് ആയിരിക്കും. മെസ്സേജ് പാസ് ചെയ്യാം. OTP നോട്ട് മാച്ചിങ്. ക്യാച്ചിനകത്ത് എറർ ഹാൻഡിൽ ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 500. JSON സക്സസ് ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. മെസ്സേജ് പാസ് ചെയ്യാം. ആൻ എറർ ഒക്കേഡ് പ്ലീസ് ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞിട്ട്. ഈ ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യാം. വെരിഫൈ ഫോർഗറ്റ് പാസ് OTP. ഇനി റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള റൂട്ട് ഡിഫൈൻ ചെയ്യാം. റൂട്ടർ ഡോട്ട് ഗെറ്റ് റീസെറ്റ് പാസ്വേഡ്. പ്രൊഫൈൽ കൺട്രോളർ ഗെറ്റ് റീസെറ്റ് പാസ് പേജ് എന്ന് കൊടുക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം.
കോൺസ്റ്റ് ഗെറ്റ് റീസെറ്റ് പാസ് പേജ് ട്രൈ ക്യാച്ചിനകത്ത് റീസെറ്റ് പാസ്വേഡിന് വേണ്ടിയിട്ടുള്ള പേജ് റെൻഡർ ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് റെൻഡർ റീസെറ്റ് പാസ്വേഡ്. എക്സ്പോർട്ട് ചെയ്യാം ഗെറ്റ് റീസെറ്റ് പാസ് പേജ്. നമുക്കിനി ആ പേജ് റീസെറ്റ് പാസ്വേഡ് എന്നുള്ള പേജ് നോക്കാം. ഈ പേജിനകത്തായിരിക്കും പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യേണ്ടത്. ഇത് പേജിൽ വാലിഡേഷൻ ഫോമുണ്ട്. അത് നോർമലായിട്ടുള്ള നമ്മുടെ വാലിഡേഷനും കാര്യങ്ങളും. ഈ പേജും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമുക്ക് പേജ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കണമെന്ന്. സോ ഫോർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മളൊരു ഇമെയിൽ ID ക്ലിക്ക് ചെയ്യും, എൻ്റർ ചെയ്യും, വെരിഫൈ ചെയ്യുന്നു. ഞാൻ മെയിലിലേക്ക് ഒരു OTP ഫോർവേഡ് ആകും. OTP നമ്മൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള പേജ് റെൻഡർ ചെയ്യും. ഇനി റീസെൻ്റ് OTP നമുക്കിനി സെറ്റ് ചെയ്യാം. സോ ഓൾറെഡി ഓൺ ക്ലിക്കിനകത്ത് റീസെൻ്റ് OTP കോൾ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ താഴെ വന്നിട്ട് ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ റീസെൻ്റ് OTPയിൽ ആദ്യം നാം ക്ലിയർ ഇൻ്റർവെൽ കോൾ ചെയ്യുന്നു. കോൾ ചെയ്ത് അത് ടൈമർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും പുതിയ ടൈമർ റൺ ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ടൈമർ 60 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ദെൻ സ്റ്റാർട്ട് OTP ടൈമർ. ഇനി ബാക്ക് എൻഡിലോട്ട് OTP പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അജാക്സ് ടൈപ്പ് പോസ്റ്റ് URL റീസെൻ്റ് ഫോർഗെറ്റ് OTP ഇനി ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന
സക്സസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ റെസ്പോൺസ് റിസീവ് ചെയ്യുന്നു, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. റെസ്പോൺസ് ഡോട്ട് സക്സസ് ആണെങ്കിൽ സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് ഒരു പോപ്പപ്പ് മെസ്സേജ് യൂസറിന് ഡിസ്പ്ലേ ചെയ്യുന്നു. swal.fire icon success title recent OTP successful ഷോ കൺഫേം ബട്ടൺ ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ടൈമർ 1500 millisecond ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി റീസെന്റ് OTP ഫെയിൽ ആവുകയാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൽസ് കേസിൽ swal.fire icon error title error ടെക്സ്റ്റിനകത്ത് ഫെയിൽഡ് ടു റീസെന്റ് OTP പ്ലീസ് ട്രൈ അഗെയിൻ കൊടുക്കാം. സക്സസ് കഴിഞ്ഞു. ഇനി എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ swal.fire icon error title error text failed to recent OTP please try again. ഇനി റൂട്ട് ഡിഫൈൻ ചെയ്യാം. router.post recent forget OTP. profile controller dot recent OTP.
ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് റീസെന്റ് OTP. ട്രൈ കാച്ചിനകത്ത് ആദ്യം നമുക്ക് റീസെന്റ് ചെയ്യാനുള്ള OTP ജനറേറ്റ് ചെയ്യണം. സോ കോൺസ്റ്റ് OTP generate OTP. ദെൻ ഈ OTP സെഷനിലേക്ക് അസൈൻ ചെയ്യുന്നു. request.session.user OTP assign OTP. അതുപോലെ തന്നെ നിലവിലുള്ള സെഷനിലുള്ള ഇമെയിൽ നമുക്ക് ആക്സസ് ചെയ്യണം. കോൺസ്റ്റ് ഇമെയിൽ, കാരണം ആ ഇമെയിലിലേക്കാണ് എഗെയിൻ നമ്മൾ OTP റീസെൻഡ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് ഇമെയിൽ request.session.email. കാരണം ഓൾറെഡി ഒരു സെഷനിൽ ഒരു ഇമെയിൽ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യാം. നമുക്ക് റീസെൻഡിങ് OTP ടു ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ആ ഇമെയിൽ ഒന്ന് കൺസോൾ ചെയ്യാം. ദെൻ ഈ ഇമെയിലിലേക്ക് നമുക്ക് OTP റീസെൻഡ് ചെയ്യണം. കോൺസ്റ്റ് ഇമെയിൽ സെൻഡ് await സെൻഡ് വെരിഫിക്കേഷൻ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് കോൾ ചെയ്താൽ മതി. സെൻഡ് വെരിഫിക്കേഷൻ ഇമെയിൽ, ദെൻ ഇമെയിലും സെഷനിലുള്ള ഇമെയിലും ജനറേറ്റ് ചെയ്ത പുതിയ OTP പാസ് ചെയ്യുന്നു. ഇനി ഇമെയിൽ സെൻഡ് ചെയ്തതിന് ശേഷം ഇഫ് ഇമെയിൽ സെൻഡ് ആദ്യം നമുക്കൊന്ന് കൺസോൾ ചെയ്യാം. കാരണം ഈ കൺസോളിൽ നമുക്ക് OTP കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് അത് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മാത്രം മതി. റീസെൻറ്റ് OTP എന്ന് പറഞ്ഞിട്ട് നമുക്ക് OTP കൺസോളിൽ പ്രിന്റ് ചെയ്യാം. ദെൻ ഫ്രണ്ട് എൻഡിലോട്ട് നമുക്ക് സ്റ്റാറ്റസ് പാസ് ചെയ്യണം. response.status സക്സസിന് വേണ്ടിയിട്ട് 200 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ പാസ് ചെയ്യാം. .json JSONൽ സക്സസ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. മെസ്സേജ് റീസെൻറ്റ് OTP സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജും പാസ് ചെയ്യാം. ക്യാച്ചിൽ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് console.error error in recent OTP then comma error. Response.status 500 JSON success false. Message pass ചെയ്യാം internal server error.
റീസെൻറ്റ് OTP എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി റീസെൻറ്റ് OTP വർക്ക് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റീസെൻറ്റ് OTP. സോ ടൈമർ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. 16 പാക്കിലോട്ട്. ദെൻ നോട്ടിഫിക്കേഷൻ റീസെൻറ്റ് OTP സക്സസ്ഫുൾ. ദെൻ കൺസോളിൽ OTP വന്നിട്ടുണ്ട്. ഈ OTP എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി. ദെൻ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള പേജ് റെൻഡർ ആയിട്ടുണ്ട്. നമുക്കത് വ്യൂസിൽ യൂസർ ദെൻ റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ പേജുണ്ട്. പേജിനകത്ത് വാലിഡേഷൻ വിത്ത് വാലിഡേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം മെത്തേഡ് പോസ്റ്റ് ആക്ഷൻ റീസെറ്റ് പാസ്വേഡ്. ഇതിൽ വാലിഡേഷൻ കാര്യങ്ങളുണ്ട്. നമ്മൾ നോർമലായിട്ടുള്ള എല്ലാ വാലിഡേഷനും എംടിയും പാറ്റേൺ മാച്ചിങ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ നിന്ന്. നമുക്കിനി ഈ റൂട്ട് ഡിഫൈൻ ചെയ്യാം. റൂട്ടർ ഡോട്ട് പോസ്റ്റ് റീസെറ്റ് പാസ്വേഡ്. പ്രൊഫൈൽ കൺട്രോളർ ഡോട്ട് പോസ്റ്റ് ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷന് പേരെടുക്കാം. ഈ ഫംഗ്ഷൻ ഇനി ഡിഫൈൻ ചെയ്യാം. പോസ്റ്റ് ന്യൂ പാസ്വേഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ട്രൈ ക്യാച്ചിനകത്ത് ആദ്യം നമുക്ക് യൂസർ എൻ്റർ ചെയ്ത 2 പാസ്വേഡും ആക്സസ് ചെയ്യാം. ന്യൂ പാസ് 1 എന്ന് കൊടുക്കാം ആദ്യത്തെ പാസ്വേഡിന്. രണ്ടാമത്തെ പാസ്വേഡ് ന്യൂ പാസ് 2 എന്ന് കൊടുക്കാം. റിക്വസ്റ്റ് ഡോട്ട് ബോഡി. അതുപോലെ തന്നെ സെഷനിലുള്ള ഇമെയിലും നമുക്ക് ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് ഇമെയിൽ റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് ഇമെയിൽ. ദെൻ യൂസർ എൻ്റർ ചെയ്ത 2 പാസ്വേഡും ചെക്ക് ചെയ്യണം ഈക്വൽ ആണെന്ന്. സോ ഇഫ് ന്യൂ പാസ് ന്യൂ പാസ് 1 ഈക്വൽ ടു ന്യൂ പാസ് 2. രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ പാസ്വേഡ് നമുക്ക് ഹാഷ് ചെയ്യണം. ഹാഷ് ചെയ്ത് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് പാസ്വേഡ് ഹാഷ് await secure പാസ്വേഡ് കോൾ ചെയ്യാം. പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് ന്യൂ പാസ് 1 പാസ് ചെയ്യാം.
സെക്യൂർ പാസ്വേഡ് ഫംഗ്ഷൻ മുകളിൽ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് സെക്യൂർ പാസ്വേഡ് ദെൻ പാസ്വേഡ് റിസീവ് ചെയ്യുന്നു. ട്രൈ ക്യാച്ചിനകത്ത് പാസ്വേഡ് ഹാഷ് കോൺസ്റ്റ് പാസ്വേഡ് ഹാഷ് await bcrypt.hash. നമ്മുടെ bcrypt എന്ന് പറഞ്ഞിട്ട് ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ bcryptലുള്ള ഹാഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് .hash നമ്മൾ പാസ്വേഡും അത് ഹാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതത്തിന് വേണ്ടിയിട്ട് 10 എന്നുള്ള വാല്യൂ പാസ് ചെയ്യണം. പാസ്വേഡ് കോമ 10. ദെൻ ഈ ഹാഷ് ചെയ്ത പാസ്വേഡ് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ പാസ്വേഡ് ഹാഷ്. സോ പാസ്വേഡ് ഹാഷ് ചെയ്തു. ഇനി നമുക്ക് ഈ പാസ്വേഡ് ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യണം. സോ await user dot update 1. ദെൻ ആദ്യം ഇമെയിൽ പാസ് ചെയ്യുന്നു. ഇമെയിൽ ദെൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് പാസ്വേഡ് ഹാഷ്. റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് ലോഗിൻ. എൽസ് കേസിൽ പാസ്വേഡ് മാച്ച് അല്ലെങ്കിൽ റെസ്പോൺസ് ഡോട്ട് റെൻഡർ റീസെറ്റ് പാസ്വേഡ് പേജിലോട്ട് തന്നെ മെസ്സേജ് പാസ് ചെയ്യാം. പാസ്വേഡ്സ് ഡു നോട്ട് മാച്ച് എന്ന് പറഞ്ഞിട്ട് ക്യാച്ചിനകത്ത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് പേജ് നോട്ട് ഫൗണ്ട്. എക്സ്പോർട്ട് ചെയ്യാം. പോസ്റ്റ് ന്യൂ പാസ്വേഡ്. നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫോർഗറ്റ് പാസ്വേഡ്. ദെൻ ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ദെൻ വെരിഫൈ.
OTP സെൻഡ് ചെയ്യുന്നു. OTP നമുക്ക് എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യാം. വെരിഫൈ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി. നമുക്ക് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാം. ന്യൂ പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നു. ചേഞ്ച് പാസ്വേഡ്. യെസ്, അങ്ങനെ പാസ്വേഡ് റീസെറ്റ് ആയിട്ടുണ്ട്. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഹോം പേജിലോട്ട് അത് റെൻഡർ ആവും. ഓക്കെ, യെസ്, ഹോം പേജ് ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.